ലഡാക്ക് സംഘർഷത്തിൽ സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ നിലവിലെ സാഹചര്യം മാറാതെ ചർച്ചയ്ക്കില്ലെന്ന് ലേ അപെക്സ് ബോഡി. അതേസമയം സോനം വാങ്ചുക്കിനെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അനധികൃത ഭൂമി കയ്യേറ്റം ആരോപിച്ച സോനം വാങ്ചുക്കിന്റെ സ്ഥാപനത്തിന് കേന്ദ്രം നോട്ടീസ് അയച്ചു. സംഘർഷത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരുമായുള്ള പ്രാഥമിക യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് ലേ അപെക്സ് ബോഡി വ്യക്തമാക്കി. ലഡാക്കിലെ നിലവിലെ സാഹചര്യം മാറാതെ സമവായ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് അപെക്സ് ബോഡി പ്രതിനിധികൾ. ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് അയച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജയിലിൽ കഴിയുന്ന പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ വിട്ടുകിട്ടണമെന്നും അപെക്സ് ബോഡി ചെയർമാൻ തുബ്സ്റ്റാൻ ചുവങ് ആവശ്യപ്പെട്ടു. ജനങ്ങളിൽ നിന്നും പ്രകോപനമുണ്ടായി എന്ന വ്യാജേനയാണ് പോലീസ് അക്രമമുണ്ടായതെന്നും നേതാക്കൾ ആരോപിച്ചു. സോനം വാങ്ചുക്കിന് പാക് ബന്ധമുണ്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കാർഗിൽ ഡെമോക്രാറ്റിക് നേതാവ് സജ്ജാർ കാർഗിലി പ്രതികരിച്ചു. ये बेबुनियाद एलिगेशंस हैं. आप देखिए, हमने यहाँ सोनम वांगचुक जी पाकिस्तान गए थे और इस देश में बहुत सारे लोग पाकिस्तान गए हैं. अपनी पॉलिटिक्स चमकाने के लिए इस तरह के गंदे आरोप नहीं लगाना चाहिए, किसी को भी नहीं लगाना चाहिए. അതേസമയം പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെതിരെ നടപടി കടുപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അനധികൃത ഭൂമി കയ്യേറ്റം ആരോപിച്ച് വാങ്ചുക്കിന്റെ ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൾട്ടർനേറ്റീവ്സിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു. ലഡാക്കിൽ സംഘർഷമുണ്ടായി 5 ദിവസം പിന്നിട്ടിട്ടും സമാധാനം തിരികെ കൊണ്ടുവരാനാകാത്ത കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി.